ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇനി ചോറൊക്കെ ബാക്കി വരുവാണെങ്കിൽ കളയേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അതായത് നമ്മളിപ്പോൾ 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ആ ചോറ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ നമ്മൾ അളവിനായിട്ട് എടുത്താൽ മതി. ഇതിനി അരച്ചെടുക്കുമ്പം ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ വേണം നമ്മളിതിവിടെ അരച്ചെടുക്കാൻ. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഇവിടുന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ഈ ചോറ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചോറും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ ഒരല്പസമയം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ ചോറും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. മണ്ണും പൊടിയൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ അല്പം വെള്ളത്തിൽ അരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഈ ശർക്കരയും തേങ്ങയും ചോറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ ഒരല്പസമയം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ ഇവിടെ നിന്ന് അലിഞ്ഞ് ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇതുപോലെ പാലിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം കയ്യിലൊരു അല്പം നെയ്യ് തേച്ചിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെയൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെയൊന്ന് ചെയ്തെടുക്കാം. എല്ലാം നമ്മളിപ്പോൾ ഇവിടെ ഇതുപോലെയൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ചോറ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.